ട്രെയിനിലെ യാത്രക്കാർ എത്രമാത്രം സുരക്ഷിതരാണ് എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ കുടുംബമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴായിരുന്നാലും ഇത്തരത്തിൽ മദ്യപിച്ചിട്ടൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ കയറുമ്പോൾ എത്രമാത്രം നാം സുരക്ഷിതരാണ് ഈ ട്രെയിനുകളിലൊക്കെ തന്നെ? അല്ലേ, സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ റെയിൽവേ വളരെ പിന്നോക്കമാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് റെയിൽവേ RPFൻ്റെ എണ്ണം, അവരുടെ ജീവനക്കാരുടെ എണ്ണം, പ്രത്യേകിച്ച് RPFൻ്റെ എണ്ണം, ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ എണ്ണം റെയിൽവേ കുറയ്ക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് ഓൺലൈനെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ക്ലറിക്കൽ സ്റ്റാഫിനെ കുറയ്ക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഈ RPFന്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ, അവരുടെ എണ്ണം നിയമനം നടത്താതെ അവർ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. അവരാണ് നമ്മളോട് പറയാറുണ്ട്, അവരെ കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തിപ്പറ്റാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ എല്ലാ വണ്ടിയിലും സ്റ്റാഫ് ഉണ്ടായിരുന്നു, RPFന് സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇപ്പം ചുരുക്കം ചില വണ്ടികളിൽ മാത്രമേ ലൈവായിട്ട് RPFൻ്റെ ഉദ്യോഗസ്ഥരെ അനുഗമിക്കുന്നുള്ളൂ വണ്ടികളിൽ. കുടുംബമായിട്ടൊക്കെ തന്നെ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നവർ, അപ്പോൾ ഇത്തരത്തിലുള്ള മദ്യപാനികളും അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നാലും നമ്മുടെ സ്വന്തം ദേശത്തുള്ള ആൾക്കാരായിരുന്നു, ഇത്തരത്തിൽ മദ്യപിച്ചിട്ടൊക്കെ കയറുമ്പോൾ അവരെ അതിൽ നിന്ന്, ട്രെയിനിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സജ്ജീകരണം എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? അല്ല, അതിലിപ്പോൾ റെയിൽവേ ഒരു ആപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ റെയിൽ മതം എന്ന് പറഞ്ഞ ആപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പരാതി അയച്ചു കഴിഞ്ഞാൽ അവർ സഡനായിട്ട് ആക്ഷൻ എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞാണ് സംഭവം, സഡനായിട്ട് ആക്ഷൻ എടുക്കണമെങ്കിൽ ഇതുപോലെ മദ്യപാനികളൊക്കെ നേരിടണമെങ്കിൽ TTമാർക്കോ അല്ലെങ്കിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്കോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ RPF, റെയിൽവേ പോലീസ് തന്നെ വേണ്ടി വരും. അപ്പോൾ റെയിൽവേ പോലീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ റെയിൽവേ പോലീസ് വേണമെങ്കിൽ നമുക്ക് കൊല്ലം എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഒരു 7-10 സ്റ്റേഷനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം നിരന്തരമായി മദ്യപാനികളെ ശല്യം റെയിൽവേ, ഈ ദീർഘദൂര വണ്ടികൾ മാത്രമല്ല, ഉദ്യോഗസ്ഥർ പോകുന്ന വണ്ടികൾ തന്നെയും, പകൽ യാത്ര ചെയ്യുന്ന വണ്ടികൾ തന്നെയും മദ്യപന്മാരുടെ ശല്യം വളരെയേറെയാണ്. മദ്യപന്മാരും ഡ്രഗ്സ് അടിക്കുന്ന ആൾക്കാരുടെ എല്ലാം ശല്യം വളരെ കൂടി വരികയാണ്. ഇപ്പോൾ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന് പറയാനുള്ളതെന്ന് വെച്ചാൽ, റെയിൽവേ ക്ലറിക്കൽ സ്റ്റാഫിനെ കുറച്ചാലും RPFൻ്റെ, റെയിൽവേ ജീവനക്കാരുടെയും റെയിൽവേ യാത്രക്കാരുടെയും ജീവന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി RPFൻ്റെ നിയമനം ഉടൻ തന്നെ നടത്തണം. അവരുടെ കുറവ് പരിഹരിക്കണമെന്നാണ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ പറയാനുള്ളത്.